ശരത്തിനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി നാണം കെടുത്തി കളഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ശരത്തിൻ്റെ അങ്ങ് ഡബിൾ സ്റ്റാൻഡേർഡ് അങ്ങ് പൊളിച്ച് കളഞ്ഞിരിക്കുകയാണ് അനീഷ്. ലൈവിൽ ഒരു സോഫയിൽ ആര്യൻ കിടന്നുറങ്ങുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ശരത്തും ഇരിപ്പുണ്ട്. പെട്ടെന്ന് തന്നെ പട്ടി കുരച്ചു. ഉറങ്ങുമ്പോഴാണല്ലോ പട്ടി കുരയ്ക്കുന്നത്. അപ്പോൾ അത് കേട്ടിട്ട് ആര്യൻ ആരും അറിയാത്ത പോലെ പെട്ടെന്ന് തന്നെ കണ്ണു തുറന്നിട്ട് എന്തൊക്കെയോ പെട്ടെന്ന് തന്നെ ശരത്തിൻ്റെ അടുത്ത് ചോദിച്ചു. പക്ഷേ ശരത്തിന് കാര്യം മനസ്സിലായി ആര്യനാണ് ഉറങ്ങിയതെന്ന്. ആര്യനാണെങ്കിൽ ഉറങ്ങാത്ത പോലെ നൈസായിട്ടൊന്ന് അഭിനയിച്ചതാണ്. പക്ഷേ ശരത്ത് ഒന്ന് ചിരിയിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് വേറെ ഒന്നും പറയുന്നൊന്നുമില്ല. ഇനി ഉറങ്ങല്ലെന്നോ അല്ലെങ്കിൽ എണീറ്റ് പോടാന്നോ ഒന്നും പറയുന്നില്ല. കാരണം ആര്യൻ്റെ സുഹൃത്താണല്ലോ ശരത്ത്. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടിയില്ല. പക്ഷേ അങ്ങനെ അങ്ങ് പോയാലോ എന്നും ചോദിച്ചുകൊണ്ട് അനീഷ് ആ വഴി വരുന്നുണ്ട്. ആരാണ് ക്യാപ്റ്റൻ ഉറങ്ങിയത്? നിങ്ങൾ ഇപ്പോൾ തന്നെ പോയി അന്വേഷിക്കുക. നമ്മുടെ റേഷനും നമ്മുടെ അരിയും നമ്മുടെ എല്ലാവർക്കും കിട്ടേണ്ട സാധനങ്ങളാണ് നഷ്ടമായിരിക്കുന്നത്. എല്ലാവരുടെയും പോയിൻ്റാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ എല്ലായിടത്തും പോയി നിങ്ങൾ ചെക്ക് ചെയ്യുക. ആരാണ് ഉറങ്ങിയതെന്ന് കണ്ടുപിടിക്കുക. നിങ്ങൾ എല്ലാ റൂമിലും പോയി നോക്കുക, എല്ലാ ഡൈനിങ് ടേബിളും പോയി നോക്കുക, കിച്ചണിൽ പോയി നോക്കുക, ബാത്റൂമിൽ പോയി നോക്കുക. ഇവിടെയൊക്കെ ആരെങ്കിലും കിടന്ന് ഉറങ്ങുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ചെന്ന് നോക്കുക എന്ന് അനീഷ് തന്നെ ശരത്തിൻ്റെ അടുത്ത് ചൊറിഞ്ഞ് ചോദിക്കുന്നുണ്ട്. ശരത്താണെങ്കിൽ ശരി അനീഷ്, നമുക്ക് റെഡിയാക്കാം, നമുക്കെല്ലാം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാം, നീ ഒന്ന് ഞാൻ എല്ലാം അന്വേഷിച്ചോളാം എന്ന് അനീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ അനീഷ് അങ്ങനെ ഒന്നും വിടില്ലല്ലോ. അനീഷിൻ്റെ ഒരു കാര്യത്തിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ പുള്ളി പോകത്തുള്ളൂ. അവസാനം ചൊറിഞ്ഞ് അവസാനം ആര്യൻ തന്നെ സമ്മതിക്കുന്നു ആര്യനാണ് ഉറങ്ങിയതെന്ന്. പിന്നെ വഴിയില്ലാണ്ട് തന്നെ ശരത്ത് പറയുന്നുണ്ട്, പോയി മുഖം കഴുകിയിട്ടൊക്കെ വന്നേടാ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് വാൺ ചെയ്യുന്ന രീതിയിൽ ആര്യൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്തായാലും രാവിലെ തന്നെ ശരത്തിനെ ഒരു പാഠം പഠിപ്പിച്ചിരിക്കുകയാണ് അനീഷ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.